എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കായിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ റീവാലുവേഷന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ അപേക്ഷിച്ച പൈസ, അതായത് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള പൈസ ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക, അതുപോലെ തന്നെ ആർക്കൊക്കെയാണ് മാർക്ക് കൂടുക, അപേക്ഷിച്ച എല്ലാവർക്കും മാർക്ക് കൂടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ റീവാലുവേഷൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതും വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ച് എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു മാർക്ക് കൂടണം എന്നുള്ളത് നിർബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു മാർക്ക് കൂടും, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഒറ്റ മാർക്കും കൂടാതെ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഒരു 8 അതിൽ കൂടുതലൊക്കെ മാർക്ക് കൂടുന്ന വിദ്യാർത്ഥികളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, റീവാലുവേഷൻ അപേക്ഷിച്ചു എന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഈ ഒരു മാർക്ക് കൂടണം എന്നില്ല. ഇനി ആർക്കൊക്കെയാണ് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ റീഫണ്ട് കിട്ടുക എന്ന് നോക്കാം. റീവാലുവേഷൻ അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ആകെ, അതായത് റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ 10% മാർക്ക് റീവാലുവേഷന് ശേഷം കൂടിയിട്ടുണ്ടായിരിക്കണം. അതായത് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ 60 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ 80 മാർക്കുള്ള സബ്ജക്റ്റ് ഉണ്ട്. നമുക്കിപ്പോൾ കെമിസ്ട്രി എടുക്കാം, 60 മാർക്കിലേത്. അപ്പോൾ കെമിസ്ട്രി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 60 മാർക്കിലാണ് ടോട്ടൽ മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന മാർക്ക് എന്ന് പറയുന്നത് ഒരു 20 മാർക്കാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഒരു 35 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിദ്യാർത്ഥി റീവാലുവേഷന് അപേക്ഷിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് റീവാലുവേഷന് അപേക്ഷിച്ചു, 20 മാർക്കിൽ നിന്നും റീവാലുവേഷൻ അപേക്ഷിച്ചു. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ റിസൾട്ട് വന്ന സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 30 മാർക്ക് റീവാലുവേഷന് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 30 മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ, അതായത് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിൻ്റെ പെർസെൻറ്റേജ് അല്ല. അതായത് ഈ ഒരു 60 മാർക്കിൻ്റെ 10% ആണ് ഉദ്ദേശിക്കുന്നത്. 60 മാർക്കിൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റീവാലുവേഷന് ശേഷം 6 മാർക്ക് 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ടാകും. അത് 10% അതിൽ കൂടുതലോ മാർക്ക് കിട്ടുകയാണെങ്കിൽ റീഫണ്ടിന് അർഹതയുണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 30 മാർക്കാണ്, അതായത് എക്സ്ട്രാ 10 മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 60 മാർക്കിൻ്റെ 10% എന്ന് പറയുമ്പോൾ 6 മാർക്കാണ്, എന്നാൽ ഇവിടെ 10 മാർക്ക്, 6ൽ കൂടുതൽ മാർക്ക് ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ടുള്ള അർഹത ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഇംഗ്ലീഷ് ആണെങ്കിൽ 80 മാർക്കിലാണ് സബ്ജക്റ്റിൻ്റെ +2ൻ്റെ പരീക്ഷ. അപ്പോൾ നിങ്ങൾ റീവാലുവേഷനായിട്ട് അപേക്ഷിച്ചു. അപ്പോൾ 80 മാർക്കുള്ള സബ്ജക്റ്റിൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ റീവാലുവേഷൻ അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥി, ആ ഒരു വിദ്യാർത്ഥിക്ക് 24 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഒരു 50 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ അപേക്ഷിച്ചു. റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 40 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് 40 മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക്, അതായത് ഒരു 40 മാർക്ക് കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതായത് ഈ ഒരു 24 നിന്നും 40 മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏകദേശം എത്ര മാർക്കിൻ്റെ വ്യത്യാസമാണ്? 16 മാർക്കിൻ്റെ വ്യത്യാസമാണ്. അതായത് 8ൻ്റെ ഇരട്ടിയോളം മാർക്കാണ്. അതായത് 80ൻ്റെ 10% എന്ന് പറയുമ്പോൾ 8 മാർക്കാണ്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം കൂടിയുള്ളത് 16 മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പൈസ റീഫണ്ടായിട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ള മാർക്കിനേക്കാൾ 8 അതിൽ കൂടുതലോ കൂടിയിട്ടുണ്ടായിരിക്കണം. 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 6 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കൂടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുക. അപ്പോൾ ഇങ്ങനെ റീഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അതേസമയം ഇതിൽ മാർക്ക് കുറയുകയാണെങ്കിൽ, അത് നിങ്ങളിപ്പോൾ റീഫണ്ടിനെ അപേക്ഷിച്ച സമയത്ത് നിങ്ങൾക്കിപ്പോൾ 20 മാർക്കായിരുന്നു ആദ്യം കെമിസ്ട്രിക്ക് ഉണ്ടായിരുന്നത്, എന്നാൽ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം ഒരു 22 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അത് 2 മാർക്കാണ് കൂടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തില്ല. കാരണം കെമിസ്ട്രി 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് റീഫണ്ട് കിട്ടത്തില്ല. എന്നാൽ ഈ ഒരു കൂടിയ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത് 60 മാർക്കിൻ്റെ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 6 മാർക്കോ അതിൽ കൂടുകയോ അത് കൂടിയ മാർക്കോ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ റീവാലുവേഷന് മുമ്പുള്ളതിനേക്കാൾ റീവാലുവേഷന് ശേഷം 8 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. ഇനി എങ്ങനെയാണ് ഈ റീഫണ്ട് കിട്ടുക, എവിടെ പോയാലാണ് റീഫണ്ട് കിട്ടുക എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അപ്പോൾ ഈ റീഫണ്ട് കിട്ടുക, നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു ഫീസും അടച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിച്ചത് ആ ഒരു സ്കൂളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുക. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി നിങ്ങൾ ഈ റീഫണ്ടിനായിട്ട് പോകുമ്പോൾ എടുക്കേണ്ടതാണ്. കാരണം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സാധാരണഗതിയിൽ ഇപ്പോൾ, അതായത് മുൻ വർഷങ്ങളൊക്കെ ഈ ഒരു സ്കൂളിൽ നിന്ന് നേരിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ചില സ്കൂളുകളിൽ നിന്ന് അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നൽകാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റീഫണ്ടിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത്, അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ പോകുന്ന പരീക്ഷയ്ക്കല്ല റീവാലുവേഷൻ അപേക്ഷിച്ചത്, അപ്പോൾ ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി കൂടി നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്.
ഇനി എവിടെയാണ് ആർക്കൊക്കെയാണ് റീഫണ്ട് കിട്ടുക എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു DHSCയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റീഫണ്ടിന് അർഹതയുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വെബ്സൈറ്റ് എക്സാമിനേഷൻസ് എന്നുള്ള ഭാഗത്ത് റീവാലുവേഷൻ റിസൾട്ട്, അതായത് ഏകദേശം ജൂൺ പകുതിയോടെ തന്നെ റീവാലുവേഷൻ റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതായത് റീവാലുവേഷൻ, അതായത് എലിജിബിൾ ഫോർ റീഫണ്ട് കാൻഡിഡേറ്റ്സ് മാർക്ക് 10% എന്ന് പറഞ്ഞുകൊണ്ട് RV 10% എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ ഒരു സർക്കുലറും കാര്യങ്ങളൊക്കെ വരും. അതായത് റീവാലുവേഷനിൽ 10% മാർക്ക് ആർക്കൊക്കെയാണ് കൂടിയത് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്, അതായത് റീഫണ്ടിന് അർഹതയുള്ള വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടിനായിട്ട് അർഹതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ റീഫണ്ടിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിൻ്റെ പാസ്ബുക്ക് കോപ്പി കൂടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷനിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് എത്ര മാർക്ക് കൂടി, അതുപോലെ തന്നെ ഏതൊക്കെ വിഷയങ്ങൾക്ക് അപേക്ഷിച്ചതിനാണ് മാർക്ക് കൂടിയതെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു DHSC വെബ്സൈറ്റിൽ തന്നെ എക്സാമിനേഷൻ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് RV റിസൾട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. റീവാലുവേഷൻ റിസൾട്ട്, അതുപോലെ സ്ക്രൂട്ടിനി റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റീവാലുവേഷൻ്റെയും സ്ക്രൂട്ടിനിയുടെയും റിസൾട്ട് ഒറ്റ PDF ആയിട്ടാണ്, അതായത് ഒരു PDF-ലാണ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം സ്ക്രൂട്ടിനിയുടേതാണ് ഉണ്ടാവുക. ആർക്കൊക്കെയാണ് മാർക്ക് വ്യത്യാസപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ചേഞ്ച് എന്നും എത്ര മാർക്കാണ് കൂടിയത് എന്നുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്നും, അതുപോലെ തന്നെ എത്ര മാർക്കാണ് മുമ്പുണ്ടായിരുന്നത് ആ ഒരു മാർക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റീവാലുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് അപേക്ഷിക്കുന്ന മുമ്പുള്ള മാർക്ക് എത്രയാണോ, അത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നോ, അതുപോലെ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു PDF മുഖേന അറിയാൻ സാധിക്കും. റീവാലുവേഷൻ റിസൾട്ട് സാധാരണ ഇൻഡിവിജ്വലായിട്ട് പ്രസിദ്ധീകരിക്കാറില്ല, ഒറ്റ PDF ആയിട്ടാണ് മുൻ വർഷങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷം അതേ രീതിയിൽ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് റീഫണ്ട് കിട്ടുക എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയുടെ റിസൾട്ടും അതുപോലെ റീവാലുവേഷൻ്റെ റിസൾട്ടും എങ്ങനെ മനസ്സിലാക്കാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ സ്ക്രൂട്ടിനി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും മാർക്ക് ഇട്ടത് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി പുതുതായിട്ട് വീണ്ടും ചെക്ക് ചെയ്യുന്നതാണ് റീവാലുവേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് തപാൽ മുഖേനയോ സ്കൂൾ മുഖേനയോ അയച്ചു തരും. അപ്പോൾ ഫോട്ടോ കോപ്പിക്ക് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ നിങ്ങൾ സ്കൂളിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫോട്ടോ കോപ്പി കിട്ടിയതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരെ കൊണ്ട് ജസ്റ്റ് ഒന്ന് വാലേഷൻ ചെയ്യിച്ച ശേഷം, അതായത് വാലേഷൻ ചെയ്യിപ്പിച്ച ശേഷം നിങ്ങൾക്ക് അതായത് നിങ്ങൾ അവിടെ ആ ഒരു ഹൈസ്കൂളിലെ അധ്യാപകരോട് പറഞ്ഞാൽ മതി നിങ്ങളുടെ ഒരു ഫോട്ടോ കോപ്പിയാണ്, ജസ്റ്റ് ഒന്ന് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് അത് പറഞ്ഞു തരും എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു മാർക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് തന്നെയാണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക്, അതായത് കൂടിയ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ, അതായത് ഈ ഒരു DHSC ഡയറക്ടറേറ്റിന് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് മാർക്കിന് അർഹതയുണ്ടെങ്കിൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.